ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടൂറാണ്, ബാങ്കിൻ്റെ ടൂറാണ് ഗൈസ്. അടിച്ച് പൊളിക്കാൻ പോകുന്നതാണ്. വേറെ എവിടെയല്ല, ഊട്ടിയിലേക്കാണ് ടൂർ പോകുന്നത്. അങ്ങനെ നമ്മൾ ബാങ്കിലത്തെ ഏകദേശം മെമ്പേഴ്സ് എടുത്തി കുറേ ആൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ട് കേട്ടോ. ചെറിയ ബസ്സാണ് ഇത്തവണ ആക്കിയത്. എന്നാലും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നതൊക്കെ ചെയ്തു എന്ന് പറയാം. കാരണം ആ ബസ്സിൻ്റെ ഉള്ളിൽ കയറി നമുക്കൊരു വേറെ വൈബാണ്. അങ്ങനെ നേരെ ഊട്ടിയിലെത്തി. ഏകദേശം പുലർച്ചെ ഒരു 3:15 3:30 മണിയായിട്ടുണ്ടായിരുന്നു. ഫ്രഷ് നേരത്തെ ആവണം. കാരണം എന്ന് വെച്ചാൽ ലീവിൽ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന പ്ലേസാണ് ഊട്ടി. പിന്നെ ഡിസംബർ മാസമാണ്. പൊതുവേ നമുക്ക് തണുപ്പാണ്. അപ്പോൾ ഊട്ടിയിലെ തണുപ്പ് പറയണ്ടല്ലോ, നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ ഞാൻ അഹങ്കാരം കൊണ്ട് സെറ്റർ ഇട്ടിട്ടില്ല, പക്ഷേ ബസ്സിന് താനെ ഇട്ടോ ഗൈസ്. ഇത് കോടമഞ്ഞാണ്. ഇത് കാണുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആകാശം നോക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് ശരിക്കും കോടമഞ്ഞെന്ന് പറഞ്ഞൂടാ. ആകാശം താഴേക്ക് ഇറങ്ങി വന്ന ഒരു ഫീലാട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ഇത് ബസ്സിൽ ഞാനും മിനിയേച്ചും ബസ്സിൻ്റെ ആ കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഓരോ കുശലം പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഊതാൻ ശ്രമിച്ചതാണ് കേട്ടോ. ഊതുന്ന സമയത്ത് വായിൽ ഇങ്ങനെ പുക വരുന്നുണ്ട്. അപ്പോൾ ആരോ എന്നെ ട്രോളി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പൊട്ടിച്ചിരി ജയിച്ചത് കേട്ടോ. ഇത് അച്ചുമേരെ കുട്ടിയാണ്, അച്ചുവിൻ്റെ കുട്ടിയാണ്. അച്ചു എന്ന് പറയുന്നത് അശ്വതി, നമ്മളെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫും കൂടിയാണ് കേട്ടോ. ഇത് അനൂട്ടിയാണ്, മിനിയേച്ചിൻ്റെ മോളാണ്. അങ്ങനെ പൊതുവേ എനിക്ക് കേരളം വിട്ടാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. കാരണം എനിക്ക് ഇഷ്ടമല്ല, എന്താണെന്ന് അറിയില്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ ഈ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും നല്ല ചായ കിട്ടും. കാരണം വെച്ചാൽ ഇവിടെ കൂടുതലായിട്ട് തേയില ഫാക്ടറി അങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് ടീ തന്നെ കിട്ടും കേട്ടോ. ഇപ്പം കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, നല്ല പൂരിയും പാച്ചിക്കറിയായിരുന്നു, കുഴപ്പമില്ല. ഊട്ടിപ്പൂ എടുക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് വിൽക്കുന്ന ചേട്ടനാണ് കലമ്പി ഓടിച്ചാട്ടും. അത് ഞാൻ എടുത്തില്ല കേട്ടോ ഗൈസ്, വെറുതെ എന്തിനാണ്. ഇത് ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലമാണ്. ആദ്യം വിസിറ്റ് ചെയ്തത് തേയില ഫാക്ടറിയിലാണ്. അപ്പോൾ തേയില ഫാക്ടറിയിൽ പോയ സമയത്ത് അവിടെ ഒരു തൂക്കുപാലമുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ ഊട്ടിയിൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണാൻ പറ്റും എന്നിട്ട് അങ്ങനെ കയറി ഏകദേശം കണ്ടു. നേരെ തേയില ഫാക്ടറിയിലേക്ക് കയറി. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു സംരംഭമല്ലേ തേയില ഫാക്ടറി. അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു ബോർഡാണ്. ഇത് മൊത്തം 1/1 ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ക്യാമറയുടെ ചെറിയ അനക്കം ഇരിക്കും കൊണ്ട് അത് ക്ലിയർ ആയെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി. ഇത് ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഈ തേയില നേരിട്ട് കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചു. ഫുൾ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തതാണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഗ്ലാസ് വെച്ച് നമുക്ക് അതെല്ലാം മൊത്തം തേയിലയാണ്. ഫുൾ മിഷൻ വർക്കാണ്. കാണണം. ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഊട്ടിയിൽ വന്നത് 2016 ഇപ്പം 2025 വരേണ്ടി വന്നു. 25 24 വന്നു. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. 2016 വന്നതും 2024 വന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യമായിട്ട് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പ് എന്ന് പറയുന്നത് ഊട്ടി ട്രിപ്പാണ് കേട്ടോ. സ്റ്റേ ചെയ്തിട്ട് തന്നെ അങ്ങനെയല്ല, വൺ ഡേ ട്രിപ്പ് തന്നെയാണ്. ബസ്സിലെല്ലാം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അടിച്ചു പൊളിച്ചിട്ട് വന്നത്. ആദ്യമായിട്ട് ഒരു വിനോദയാത്ര നടത്തിയെന്ന് വെച്ചാൽ ഊട്ടി ട്രിപ്പ് തന്നെയാണ്. അത് രേഷേട്ടൻ്റെ വെച്ചാൽ നടത്തിയ ഫസ്റ്റ് നമ്മുടെ ട്രിപ്പ്. പിന്നെ നമ്മൾ DYFIയിൽ ആ ടൂറ് പ്രോഗ്രാം നടക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും. ഇതെന്ന് വെച്ചാൽ ചായപ്പൊടിയിൽ ഓരോ 1/1 ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ എടുത്തു. അവിടെ നിന്ന് നല്ല അടിപൊളി ചായ, കാഠ്മണ്ഡിൻ്റെ ചായന്ന് അടിപൊളിയായിരുന്നു. ആ ചായ ശരിക്കും പറഞ്ഞാൽ തലവേദന ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ആശ്വാസം കൂടിയായിരുന്നു. ഇത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഊട്ടിയിൽ വന്നവർക്ക് ഞാൻ വിശദീകരിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് തേയിലയും ചോക്ലേറ്റും. ആ ചോക്ലേറ്റ് ഫാക്ടറിയെ പുറത്തുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്നോട് പറയാൻ ഞങ്ങൾക്ക് കോണ് വേണം. അത് പുഴുങ്ങിയത് കോണിച്ചു കൊടുത്തു. പിന്നീട് നേരെ വിട്ടത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഗാർഡനിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നൂൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഊട്ടിയിൽ വരുന്നത്. നിവി സെക്കൻഡ് ടൈമാണ്. ആദ്യം നിവി ചെറിയ കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആ ഒരു വിക്ക് അന്നേരേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ നിന്ന് കഴിച്ച ഫുഡാണ്. വളരെ എന്ന് വെച്ചാൽ കൊള്ളൂല. ഇന്നൂന് മേടിച്ച ചോറാണ് ഞാൻ കഴിച്ചിട്ടില്ല. ഞാനൊരു കോഫി മാത്രം കഴിച്ചാണ്. പിന്നീട് പോയത് ഒരു ലേക്കിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള ബോട്ടിലൊന്നും നമ്മൾ കയറാൻ നിന്നിട്ടില്ല. പുറത്തുള്ള കാഴ്ചകൾ കണ്ട് ഞാൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ചെറിയൊരു സ്റ്റാളുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അവിടെ ഐസ്ക്രീം കിട്ടും, പോപ്കോൺ കിട്ടും, പിന്നെ പൊട്ടറ്റോ സ്പ്രിങ്കിൾസ് കിട്ടും. അപ്പോൾ അത് അവർക്ക് വാങ്ങിക്കൊടുത്തു കുട്ടികൾക്ക്. അങ്ങനത് അവർ കഴിച്ചു. ഇത് നല്ല പ്ലേസാണ്. ഞാൻ കണ്ടതിൽ ഊട്ടിയിൽ വെച്ചിട്ട് എനിക്ക് കണ്ട പ്ലേസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് വെച്ചത് ഇതാണ്. ഫുൾ ഗ്രാസിനെ കൊണ്ടും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സൈറ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ല, നമുക്കായാലും ഫോട്ടോ എടുക്കാനും കളിക്കാനും പറ്റിയ സ്ഥലം. ഇതിനെ പറയുന്നത് കർണാടക ഗാർഡൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് പോയ പ്ലേസും കൂടിയാണ്. അത് കഴിഞ്ഞ് രാത്രിക്കുള്ള ഭക്ഷണം നല്ല കുശാല കഴിച്ചു.
അപ്പോൾ ഇന്നത്തെ ടൂറിൻ്റെ വിശേഷിത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.